Hello everyone, welcome to Jupor Class 7. It's me and Nafi. എല്ലാവർക്കും മക്കളെ ജൂപ്പോയുടെ ധ്യാന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നഫി. അപ്പോൾ മക്കളെ നിങ്ങളുടെ ആനുവൽ എക്സാം ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. നിങ്ങൾക്ക് മാർച്ചിലാണ് ആനുവൽ എക്സാം നടക്കുക. അതിൻ്റെ ടൈം ടേബിളും ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എന്നാലും മാർച്ച് നിങ്ങൾക്ക് ആനുവൽ എക്സാം നടക്കും. ആ ആനുവൽ എക്സാം നിങ്ങൾക്ക് ഫുൾ എ ഗ്രേഡോട് കൂടി നിങ്ങൾക്ക് പാസ്സാൻ ആഗ്രഹം ഉണ്ടല്ലോ. അതിന് കൂടി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് 7ാം ക്ലാസ് ഇത്തവണ ഓൾ പാസ് ഇല്ല. 30% മാർക്ക് നിങ്ങൾ എക്സാമിൽ എഴുതിയാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, പാസ്സാക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എക്സാം ഒക്കെ എഴുതേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനും നിങ്ങൾക്ക് എല്ലാ വിഷയത്തിലും എ ഗ്രേഡ് കിട്ടാനുമായിട്ട് നിങ്ങൾ കുറച്ച് സ്റ്റഡി ടിപ്പുകൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ സ്റ്റഡി ടിപ്പ് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. വെൽക്കം ടു എജുപോർട്ട് ക്ലാസ് 7. ഇറ്റ്സ് മീ നാഫി. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ ക്ലാസ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് 7ാം ക്ലാസ്സിൽ ആരൊക്കെ അറിയുന്നുണ്ടോ അവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ 2-3 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ പഠനം എവിടെ എത്തി, എന്താണ് നിങ്ങളുടെ പഠനത്തിൻ്റെ അവസ്ഥ, നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുണ്ട്, ദിവസവും എത്ര സമയം നിങ്ങൾ പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള വിഷയം ഏതാണ്, ഏറ്റവും ഈസി ആയിട്ടുള്ള വിഷയം ഏതാണ്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. ഓക്കെ, സെറ്റ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട, നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം വേണമല്ലേ, എനിക്ക് 7ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിലും എന്ത് വേണം, എ ഗ്രേഡ് വേണം അല്ലേ, എ ഗ്രേഡ് വേണം, ഞാൻ പഠിച്ചാലേ എനിക്ക് എ ഗ്രേഡ് കിട്ടുള്ളൂ. സോഷ്യൽ ആയാലും ബേസിക് സയൻസ് ആയാലും ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും മാത്സ് ആയാലും ഞാൻ പഠിച്ചാലേ എനിക്ക് എ ഗ്രേഡ് കിട്ടുള്ളൂ, ഞാൻ പണിയെടുത്താലേ എനിക്ക് എ ഗ്രേഡ് കിട്ടുള്ളൂ, ഞാൻ എഫേർട്ട് ഇട്ടാലേ എനിക്ക് എ ഗ്രേഡ് കിട്ടുള്ളൂ എന്നുള്ളൊരു ചിന്ത എപ്പോഴും മനസ്സിൽ വേണം. അതിന് വേണ്ടി നിങ്ങൾ പഠിക്കുക. അപ്പോൾ വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ചാർട്ട് പേപ്പറിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒരു ചാർട്ട് പേപ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, I want full A grade in my ക്ലാസ് 7 പബ്ലിക് എക്സാം അല്ലെങ്കിൽ ആനുവൽ എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചാർട്ട് പേപ്പർ ചെയ്തിട്ട് ഒട്ടിച്ച് വെക്കുന്നത്. ഡെയിലി രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ കാണേണ്ടത് എന്താണ്, ആ ചാർട്ട് പേപ്പറാണ്. അപ്പോൾ ദിവസവും അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഡീവിയേഷൻസ് അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി 2 മാസമല്ലേ ഉള്ളൂ പഠിക്കാൻ അല്ലേ, അതായത് നിങ്ങളുടെ ആനുവൽ എക്സാം ഇനി 2 മാസമുള്ളൂ. ഈ സമയം നിങ്ങൾ പിന്നെ ഡെയിലി പഠിക്കണം. അത് മാത്രമല്ല, നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾ പഠനത്തിൽ നിന്ന് പിന്നോട്ടേക്ക് വലിക്കുന്ന ചിലപ്പോൾ ഫോണാവാം, നിങ്ങൾ അച്ഛൻ്റെ അമ്മയുടെയും ഫോണാവാം, ടി വി ആവാം, എന്തോ ആവാം, അതിനോടൊക്കെ നോ പറയാം. പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠനം മാത്രം, വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. കളിക്കാനൊക്കെ പോയി അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷെ പഠിക്കേണ്ട സമയത്ത് പഠനം മാത്രം നിങ്ങൾ ചിന്തിക്കുക. ഇനി നിങ്ങൾ മെയിനായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് ആഫ്റ്റർ ക്രിസ്മസ് എക്സാം ചാപ്റ്റേഴ്സ് ആട്ടെ. ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ്, സോഷ്യൽ ആണെങ്കിലും ബേസിക് സയൻസ് ആണെങ്കിലും ഏതാണെങ്കിലും ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ആനുവൽ എക്സാമിന് ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ് മാത്രമാണ് ചോദിക്കുക. അല്ല, ഫസ്റ്റ് ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെ ചോദിക്കും. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് ആഫ്റ്റർ ക്രിസ്മസ് എക്സാം ചാപ്റ്റേഴ്സ് ആണ്. ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ് ആണ് ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ആഫ്റ്റർ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം, ഡെയിലി നിങ്ങൾ പഠിക്കണം. വീക്കിലി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 5 days, നിങ്ങൾ 7ാം ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വീക്കിലി ഒരു 5 days, ഡെയിലി ഒരു 3 hours മാക്സിമം. ശ്രദ്ധിക്കണേ, മോർണിംഗ് ഒരു 1 hour ഈവനിങ് ഒരു 2 hour നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കട്ടോ. വീക്കിലി 5 days, ആഴ്ചയിൽ 5 ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കാനായിട്ട് മാറ്റി വെക്കണം. ഡെയിലി ഒരു 3 hours, ഡെയിലി ഒരു 3 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. രാവിലെ എണീറ്റ് പഠിച്ചാൽ നല്ലതാണ്, നമുക്ക് പെട്ടെന്ന് തലയിൽ കയറും. അപ്പോൾ രാവിലെ നിങ്ങൾ എന്ത് ചെയ്യുക, 1 മണിക്കൂർ പഠിക്കുക. ഈവനിങ് ഒരു 2 hours അല്ലെങ്കിൽ 2 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചേ പറ്റൂ. ഇനി നിങ്ങൾ ഈ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സ്റ്റഡി ടൈം ടേബിൾ ആവശ്യമാണ്. എന്തൊക്കെയാണ് പഠിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ 7ാം ക്ലാസ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ തന്നെ ഒരു സ്റ്റഡി ടൈം ടേബിൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കാണട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കറക്റ്റ് ഒരു സ്റ്റഡി ടൈം ടേബിൾ കിട്ടുകയും ചെയ്യും. ഇനി നിങ്ങൾ റുട്ടീൻ ഫോളോ ചെയ്യണം. എന്താണ് നിങ്ങൾ റുട്ടീൻ, ഡെയിലി 7.5 hours, 7 മണിക്കൂർ നിങ്ങൾ ദിവസവും എന്ത് ചെയ്യണം, ഉറങ്ങണം. ആ ഉറക്കം 10 to 5:30 എന്നാണ് ഏറ്റവും നല്ലതാണ്. 10 to 5:30 എന്നുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഉറങ്ങുക. അത് മാത്രമല്ല, നിങ്ങളൊരു പ്രോപ്പറായിട്ടൊരു മോർണിംഗ് വർക്കൗട്ട് രാവിലെ കുറച്ച് എണീച്ച് നടക്കുകയോ യോഗയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി, സ്ട്രെച്ചിങ്ങോ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം. അപ്പോൾ മോർണിംഗ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പ്രോപ്പർ ഫുഡ് ആൻഡ് വാട്ടർ, നന്നായിട്ട് വെള്ളം കുടിക്കണം, 3 നേരം ഭക്ഷണം കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കറക്റ്റ് സമയത്ത് കഴിക്കണം, ഡിന്നർ രാത്രി ഉറങ്ങുന്നതിന് ഒരു 4-5 മണിക്കൂർ മുന്നേ കഴിക്കണം. ആ രീതിയിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, ഫുഡും ബാലൻസ് ചെയ്യുക. പഠിക്കാൻ നിങ്ങൾക്ക് വേണ്ട ഒരു ചിന്ത എപ്പോഴും വേണമല്ലേ, നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് 7ാം ക്ലാസ്സിൽ ഏറ്റവും മികച്ച മാർക്ക് കിട്ടുള്ളൂ, നിങ്ങൾ പണിയെടുത്താലേ 7ാം ക്ലാസ്സിൽ ഏറ്റവും മികച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആ രീതിയിൽ നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, കഷ്ടപ്പെട്ട് തുടങ്ങട്ടോ. അപ്പോൾ നിങ്ങൾ എഫേർട്ട് ഇടുക, നിങ്ങൾ കഷ്ടപ്പെടുക, നിങ്ങൾ പണിയെടുക്കുക, എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ, നിങ്ങൾ പണിയെടുത്താലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു ചിന്ത എപ്പോഴും നിങ്ങളുടെ
മനസ്സിൽ വേണം. ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഈ ക്വസ്റ്റ്യൻസും ചാപ്റ്റേഴ്സിൻ്റെ നോട്ടൊക്കെ എവിടെ കിട്ടും? അതിനാണ് എജുപോണ്ട് ബൂസ്റ്റർ ബാച്ച് മാത്രം നിങ്ങൾക്ക് കോംബോ ബാച്ച് ഉണ്ട്. അടുത്ത കൊല്ലത്തേക്ക് നിങ്ങൾക്ക് 8ാം ക്ലാസ് കൂടി 7ാം ക്ലാസ്സിൻ്റെ കൂടെ പഠിക്കാൻ പറ്റില്ല. 8ാം ക്ലാസ്സിൻ്റെ കൂടി നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടുന്ന കോംബോ ബാച്ച് ഉണ്ട്. അപ്പോൾ കോംബോ ബാച്ചിനെ കുറിച്ച് അറിയാനും ബൂസ്റ്റർ ബാച്ചിനെ കുറിച്ച് അറിയാനും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു താഴത്തെ ഫോം ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന നിങ്ങളുടെ പാരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് എന്ത് ചെയ്യുക, nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തു ഒന്ന് മെസ്സേജ് അയക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബൂസ്റ്റർ ബാച്ചിനെ കുറിച്ചും കോംബോ ബാച്ചിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ നമുക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യാം, സെറ്റ് ആക്കാം കേട്ടോ. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, ക്വസ്റ്റ്യൻസ് എല്ലാ കാര്യങ്ങളും എവിടെയുണ്ട് നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ. നിങ്ങൾക്ക് അടുത്ത 8ാം ക്ലാസ് സെറ്റ് ആക്കണമെങ്കിൽ അതിന് വേണ്ടതൊക്കെ നമ്മൾ എവിടെയുണ്ട്, കോംബോ ബാച്ചിലുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ, കാര്യങ്ങളൊക്കെ സെറ്റ് ആവും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക.